തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മുകുന്ദപുരം താലൂക്കിൽ തൃക്കൂർ ഗ്രാമത്തിൽ മണാലി നദിയുടെ തീരത്ത് ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 200 അടിയോളം ഉയരത്തിലാണ് തൃക്കൂർ മഹാദേവ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ്. കിഴക്കോട്ട് ദർശനമായാണ് ശിവലിംഗ പ്രതിഷ്ഠ. എന്നാൽ ശ്രീകോവിലിൻ്റെ തിരുനട വടക്കോട്ട് ദർശനമാണ്. അതിവിസ്തൃതമായ ഒരു ഗുഹയിലാണ് ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. 40ഓളം ആൾക്കാർക്ക് ഒരേ സമയം നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ ഗുഹയാണ്. ആ ഗുഹയുടെ ഉള്ളിൽ തന്നെ ഭഗവാന്റെ ഉപരിഭാഗത്തായി ഗണപതിയുടെ വിഗ്രഹം ആലേഖനം ചെയ്തിട്ടുണ്ട്. പാർവതി സങ്കല്പവുമുണ്ട്. പുറമേ മുഖമണ്ഡപവും അതിനുശേഷം വളരെയധികം കൊത്തുപടികളോടുകൂടിയ നമസ്കാര മണ്ഡപവും കാണാം. ഐതിഹ്യങ്ങൾ 2 വിധമുണ്ട്. ഇവിടെയുള്ള കൂറ്റൻ ശിവലിംഗം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും അല്ല അഗ്നിദേവൻ പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വാസമുണ്ട്. അഗ്നിദേവൻ ശ്രീ മഹാദേവനോടൊപ്പം ഇവിടെ വസിക്കുന്നു എന്നും തന്മൂലം മഴയുള്ളപ്പോഴും മഴക്കാറുള്ളപ്പോഴും ഭഗവത് വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. മനോഹരങ്ങളായ ചുവർ ചിത്രങ്ങളോട് കൂടിയ 8 വലിയ തൂണുകളോടുകൂടിയ നടപ്പുര ആണ് ക്ഷേത്രത്തിലുള്ളത്. നടപ്പുരയ്ക്ക് നേരെ കൊടിമരവും അതിനു പിന്നിൽ ബലിക്കല്ലും കാണാം. ബലിക്കല്ലിനു പിന്നിൽ പാറയ്ക്കു നടുക്കുള്ള ഗുഹയിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശ്രീകോവിലിനെ പ്രദക്ഷിണം സാധ്യമല്ലാത്തതിനാൽ പാറയ്ക്ക് ചുറ്റുമാണ് നാം പ്രദക്ഷിണം ചെയ്യുന്നത്. തെക്കുഭാഗത്തായി സപ്തമാതൃക്കളെ ബിംബങ്ങളായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മാതൃശാല എന്നാണ് ഇതിനെ പറയുന്നത്. കേരളീയ ക്ഷേത്രങ്ങളിൽ അപൂർവമാണ് മാതൃശാലകൾ. സാധാരണയായി ക്ഷേത്രങ്ങളിൽ ബലിക്കല്ലുകളുടെ രൂപത്തിൽ കാണാറുള്ള സപ്തമാതൃക്കൾ ഇവിടെ വിഗ്രഹരൂപത്തിലാണ് കാണുന്നത്. വടക്കോട്ടാണ് പ്രതിഷ്ഠ. മാതൃശാലയുടെ വശത്തുകൂടി പാറയുടെ മുകളിൽ കയറിയാൽ ശ്രീകോവിലിന് മുകളിൽ പാറയിൽ ഏത് വേനൽക്കാലത്തും പറ്റാത്ത ഒരു നീരുറവയുള്ള ഒരു കുളമുണ്ട്. ശ്രീകോവിലിന് തൊട്ടു മുകളിലാണ് ഈ തീർത്ഥക്കുളം സ്ഥിതി ചെയ്യുന്നത്. യുദ്ധം കഴിഞ്ഞ് കോപാഗ്നിയിൽ 3-ാം തൃക്കണ്ണ തുറന്ന് ഉഗ്രമൂർത്തിയായിരിക്കുന്ന ശിവനായാണ് പ്രതിഷ്ഠ. ഭഗവാനെ തണുപ്പിക്കാനായി ഈ കുളത്തിൽ നിന്ന് ധാരയായി ഭഗവാന്റെ ശിരസിലുള്ള ഗംഗയായാണ് സങ്കല്പം. ഇതിലെ ജലം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ഇവിടെ നിന്നാൽ തൃക്കൂർ ഗ്രാമത്തിൻ്റെയും പരിസര ഗ്രാമങ്ങളുടെയും മനോഹരമായ വശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. തുടർന്ന് നാം പ്രദക്ഷിണമായി വരുമ്പോൾ മനോഹരമായ ചെറിയൊരു സർപ്പക്കാവ് ഇവിടെ കാണാം. നാലമ്പലത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപിലായി തുറന്ന സ്ഥലത്ത് 6 മൂർത്തികളുടെ പ്രതിഷ്ഠകളുണ്ട്. ഭഗവാന്റെ തിരുനടയിൽ കയർ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വളരെ പഴക്കമുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസംമുട്ടൽ, ആസ്മ തുടങ്ങിയവ ഭഗവാന്റെ നടയിൽ കയർ സമർപ്പിച്ചാൽ മാറും എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലേക്ക് 2 വഴികളുണ്ട്. പടിഞ്ഞാറ് ഭാഗം വഴി 126 പടിക്കെട്ടുകൾ കയറി മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ഈ പടികളിലൂടെ കയറുമ്പോൾ. എന്നാൽ കിഴക്കു ഭാഗത്തുകൂടി വാഹനം ക്ഷേത്രത്തിന് മുന്നിൽ വരെ എത്തുന്ന വഴിയുണ്ട്. കിഴക്കു ഭാഗത്തുകൂടി 81 പടികൾ കയറിയും ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ദേശീയപാതയിൽ കയറി പാലിയേക്കരയ്ക്ക് പോകുന്ന വഴിയിൽ മരത്താങ്കര സിഗ്നലിൽ നിന്ന് ഇടത്തോട്ട് 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. മകരമാസത്തിൽ തിരുവാതിര നാളിൽ മണലിപ്പുഴയിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ ഉത്സവമുണ്ട്.
കുന്നപ്പള്ളി നാരായണൻ എന്ന വ്യക്തി തൻ്റെ കറവ പശു വീട്ടിൽ മടങ്ങിയെത്താത്തതിനാൽ പശുവിനെ തേടി പോവുകയും അവസാനം കാടുപിടിച്ചു കടന്ന ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ആ ഗുഹയിൽ ദേവചൈതന്യം ജ്വലിക്കുന്നത് കണ്ട അദ്ദേഹം കാരക്കാട് തിരുമേനിയെയും പെരുമ്പടവ് വൈദ്യനെയും പാലിയത്തച്ഛനെയും വിവരമറിയിച്ചു എന്നും അങ്ങനെ പാലിയത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം.